നമസ്കാരം. നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ സന്തോഷമാണ് അൽബേനിയയിലേക്കുള്ള നമ്മുടെ വിസ ബാക്ക് ടു ബാക്ക് വരുന്നു. മിസ്റ്റർ റോഷൻ, അദ്ദേഹം വെൽഡറാണ്. കാലിക്കറ്റിൽ നിന്ന് നമ്മളെ കാണാൻ വേണ്ടി വന്നിരുന്ന വിസ ഹാൻഡ് ഓവർ ചെയ്യാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും, സന്തോഷം. അപ്പോൾ അൽബേനിയയുടെ ഈ വിസ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നു ഫസ്റ്റ് ടൈമാണ് കേരളത്തിൽ നിന്ന് ഇന്ത്യക്ക് പുറത്തോട്ടൊരു യാത്ര, അല്ലേ? മിഡിൽ ഈസ്റ്റിലൊന്നും പോകാൻ പ്ലാൻ ചെയ്തിട്ടേ ഇല്ല. പോകാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾക്ക് വളരെ സന്തോഷം. നമുക്കിത് കേക്ക് കിട്ടി, ആ സന്തോഷം ഒന്ന് പങ്കുവെച്ചാലോ? അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ സന്തോഷം അറിയിച്ചേക്കാം. അപ്പം ബാക്കിയുള്ള പ്രോസസ്സും കോർഡിനേഷനൊക്കെ ഇനിയും ഇതേപോലെ ഉണ്ടാവും. എല്ലാ ഡോക്യുമെന്റ്സ് ഇതിനുണ്ട്. ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൗൺസിലിംഗ് തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. കഴിഞ്ഞില്ല ഞങ്ങളുടെ ഒരു ഗിഫ്റ്റ് കൂടി തന്നേക്കാം. ഞങ്ങളുടെ മാനേജ്മെന്റ് വക ഒരു ഗിഫ്റ്റാണ്. റോഷൻ, നമസ്കാരം. വീട് കാലിക്കറ്റ്. പ്രോപ്പർ കാലിക്കറ്റ് അല്ല, കോടഞ്ചേരി. എന്താ പഠിച്ചതൊക്കെ? ഞാൻ SLC വരെ പഠിച്ചോളൂ. അത് കഴിഞ്ഞ് വെൽഡിങ്ങിന്റെ ഫീൽഡിലേക്ക് പോയി. വെൽഡിംഗ് പഠിച്ചോ? ഇല്ല, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ ഇവിടെ എറണാകുളത്ത് തന്നെ കിഴക്കമ്പലത്ത് കിറ്റക്സി വർക്ക് ചെയ്തു. ഒരു 3 വർഷം അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വന്ന് ഞാൻ വയറിങ്ങിന് പോയിരുന്നു. പിന്നെയാണ് ഞാൻ വെൽഡിങ്ങിന്റെ ഇതിലേക്ക് വന്നത്. ട്രെയിനിങ് അല്ല, അല്ലാണ്ട് ഞാൻ ഷോപ്പിൽ പോയി പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എറണാകുളത്ത് എലിഗന്റ് സ്കിൽ ടെക് അക്കാഡമി ഉണ്ട്. അവിടുന്ന് മിഗ് വെൽഡിങ്ങും ആർഗോ വെൽഡിങ്ങും അത് കഴിഞ്ഞ് പഠിച്ചു. സർട്ടിഫിക്കറ്റ് ഒക്കെ എല്ലാം ഉണ്ട്. അതൊരു മാസത്തെ കോഴ്സ്. അത് പഠിച്ചു. അത് മറ്റേ ഇന്ത്യ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണ്. ന്യൂഡൽഹി അവിടുന്ന് സർട്ടിഫിക്കറ്റ്. വെൽഡിംഗ് ജോലി കഴിഞ്ഞൊരു 10-15 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ പഠിച്ചത്. പഠിച്ചതാണ്. മിഗ് വെൽഡിങ് പഠിച്ചു. ആർഗോ വെൽഡിങ് ഓൾറെഡി ഞാൻ ചെയ്യുന്നതാണ് നാട്ടിലെ. ഇപ്പൊ നാട്ടിൽ തന്നെ നാട്ടിൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത്. ആ ഷോപ്പിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തിരുന്നു. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. പിന്നെ എങ്ങനെ പുറത്തോട്ട് പോകാൻ? പിന്നെ നിങ്ങൾ കാലിക്കറ്റ് വരെ അത്യാവശ്യം മിഡിൽ ഈസ്റ്റ് ഒക്കെ നോക്കുന്നവരാണല്ലോ. പൊതുവേ മലയാളി നോക്കുന്നതാണ്. എങ്കിലും കൂടുതൽ ആൾക്കാർ കാലിക്കറ്റ്, മലപ്പുറം, അവിടെ നിന്നൊക്കെ ഉണ്ട്. കാസർഗോഡ് നിന്ന് മിഡിൽ ഈസ്റ്റിലോട്ട് പോകാനൊരു ആഗ്രഹമുള്ളവരാണ്. കാരണം കുറെ അധികം ആൾക്കാർ അവിടെ നിന്നുണ്ട്. അതുകൊണ്ടാണ് മലബാർ ഏരിയയുടെ ഒരു കോട്ടയാണ്. എനിക്ക് ഗൾഫിലേക്കൊന്നും പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ ഇവിടെ വേറെ ഒരു ഏജൻസിയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗൾഫിൽ പോകാൻ വേണ്ടി അല്ലല്ല, യൂറോപ്പിലേക്ക് തന്നെ, സ്ലോവാക്കിയയിലേക്ക് പോകാൻ വേണ്ടിട്ട്. ഇങ്ങനെ ബിൽഡിങ്ങിന്റെ ഞാനിവിടെ റൊമാനിയയിലേക്ക് പോകാൻ വേണ്ടിട്ട് ടെസ്റ്റ് ഒക്കെ അടിച്ച് അതിലൊക്കെ പാസ്സായിരുന്നു. പിന്നെ ഇന്റർവ്യൂവിന്റെ ഇതില് അത് ഫെയിലായി. അതപ്പൊ തന്നെ ടെസ്റ്റ് അടിച്ച് അപ്പൊ തന്നെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇന്റർവ്യൂവിന്റെ ഫെയിലായി പോയി തോന്നുന്നു. ആരും പിന്നെ വിളിച്ചില്ല. അത് കഴിഞ്ഞ് സ്ലോവാക്കി നോക്കി. അതിവിടെ ഒരു ഏജൻസി നോക്കി 1.5 വർഷം വെയിറ്റ് ചെയ്തതാണ്. പക്ഷെ അതും കിട്ടി. ഒന്നും നടന്നില്ല. ഈ നമ്മുടെ ഈ ഡോക്യുമെന്റ് മാത്രം മേടിച്ചു വെച്ചു എന്നല്ലാണ്ട് പിന്നെ ഒരു 50,000 രൂപ മേടിച്ചായിരുന്നു. അപ്പം ഈ പ്രോസസ് പിന്നെയും യൂറോപ്പിന്റെ സ്വപ്നം കളഞ്ഞില്ല. ഈ ഒന്നാമത് ഈ ഷെങ്കൻ കൺട്രിയുടെ ഒരു ബലഹീനത എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, മലയാളികൾ, ഇന്ത്യക്കാർ തന്നെ കുറെ വേടക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പല ഷെങ്കൻ രാജ്യങ്ങളും ഇപ്പോൾ നമുക്ക് VFSന്റെ അപ്പോയിന്റ്മെന്റ് ഡേറ്റുകൾ കിട്ടുന്നില്ല. പോളണ്ട് ആണെങ്കിലും ലാറ്റ്വിയ, ഇങ്ങനെ രാജ്യങ്ങൾക്കൊന്നും ഇപ്പോൾ ഈ മാൾട്ടയും ഇപ്പം അതേപോലെയാണ്. നമുക്കധികം ധാരാളം ആളുകളുടെ പെർമിറ്റ്സ് ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ VFS സംവിധാനങ്ങളൊന്നും ആക്റ്റീവ് ആവുന്നില്ല. വർക്ക് പെർമിറ്റ്സ് പോലും ചില കൺട്രീസ് ഇഷ്യൂ ആയി കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ആണ്. പിന്നെ ഇങ്ങനെ ആംസ്റ്റർലോട്ട് എത്താനുള്ള കാരണം ഞങ്ങളുടെ ഒരു ഫസ്റ്റ് 2 കാൻഡിഡേറ്റ്സ് പെടുന്ന ഒരാളാണ്. അതായത് ആദ്യം തന്നെ വന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കണം, നമ്മൾ ഈ പ്രോസസ്സിന്റെ ഫാസ്റ്റ് നിങ്ങൾ കണ്ടോണം. ബാക്കിയുള്ളവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമേ എൻ്റെ ഒരു കാര്യം പറയാം. നമ്മളൊരു 15ഓളം ഫയലൊക്കെ കൊടുത്തിട്ട് അതിന്റെ സക്സസ് നോക്കിയിട്ട് ബാക്കി അതിനൊക്കെ ചെലവുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരെ ഞങ്ങളൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാം. കാരണം ഇതൊന്ന് കഴിയട്ടെ. അപ്പൊ ആദ്യം കൊടുത്ത ഫയല് സുബേഷ് എന്നൊരു കാൻഡിഡേറ്റ് ആണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്.
അതിനുശേഷം റോഷൻ, പിന്നെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഈ അടുത്ത ദിവസങ്ങളൊക്കെ വന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പം ജാനുവരി എന്തോന്നു ഞാൻ ഇതിന്റെ ഫസ്റ്റ് വീഡിയോ പോലെ ചെയ്തത്, അതങ്ങനെയാണോ കണ്ടതോ ഞാൻ അയച്ചു തന്നോ? അല്ലല്ല, ജനുവരി തന്നെ ഞാൻ കണ്ടതാ. യൂട്യൂബില് വീഡിയോ കണ്ടു, ഞാനപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തതാണ് സർട്ടിഫിക്കറ്റ്. എന്നിട്ട് കൗൺസിലിംഗ് ഫസ്റ്റ് എവിടെ നിന്നായിരുന്നു? നാട്ടിൽ നിന്നുണ്ടായിരുന്നു? ആംസ്റ്റർ അല്ല, ഇവിടുന്ന് അബുദാബി. പ്രിയങ്ക മാഡം. അവിടുന്ന് ഡീറ്റെയിൽ ഒക്കെ തന്നു. ഈ രാജ്യത്തെ പറ്റി ഒരു കൺഫ്യൂഷൻ ഇല്ല, കാരണം അർമേനിയ, അൽബേനിയ എല്ലാരോടും പറയുമ്പോ അവര് അർമേനിയ ഒരു ദരിദ്ര രാജ്യമാണ്, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഞാൻ അർമേനിയ അല്ല, അൽബേനിയാണ്. സ്പെല്ലിംഗിന് വ്യത്യാസം. അൽബേനിയ. ഓക്കെ, അപ്പൊ അങ്ങനെ അൽബേനിയ രാജ്യത്തെ പറ്റി പഠിച്ചു അല്ലെ? സെർച്ച് ചെയ്തില്ലേ? ഫുള്ള് പഠിച്ചു. അപ്പൊ അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കിയെടുത്തു, പിന്നെ അതൊന്ന് ഫിക്സ് ചെയ്തു അല്ലെ, അൽബേനിയയിലേക്ക് പോകാൻ വേണ്ടി. പിന്നീടുള്ള പ്രോസസ് എങ്ങനെയാണ് എനിക്കറിയേണ്ടത്? സാധാരണ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇതിൽ കുറച്ചൊരു പ്രോസസ്സിങ് കുറച്ച് ടഫ് അല്ലായിരുന്നു. കാരണം നമുക്ക് ഒരു ഡോക്യുമെന്റ് സർട്ടിഫിക്കറ്റ് ഇവിടെ തന്നിട്ട് ഒരു കാര്യമില്ല, കാരണം നിങ്ങൾ കുറച്ച് അധ്വാനം ഇതിനകത്ത് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആദ്യം ഞങ്ങൾ പറഞ്ഞ കാര്യം എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? ഇന്റർവ്യൂവിന് എന്നെ ആദ്യം അവിടെ വിളിച്ച വീഡിയോ കോളിൽ വിളിച്ചിട്ട് ഇന്റർവ്യൂവിന്റെ കാര്യങ്ങള് പറഞ്ഞു, അത് പഠിക്കാൻ പറഞ്ഞു. കൊറേ ട്രയല് എനിക്ക് വീഡിയോ എടുപ്പിച്ചു. അപ്പൊ തോന്നിയില്ല എന്തിന് എന്റെ വീഡിയോ ഇങ്ങനെ എടുക്കുന്നതെന്ന് തോന്നി? വീഡിയോ ആരെടുത്തെന്ന വീഡിയോ ഞാൻ പണിയുന്ന സൈറ്റിൽ നിന്ന് അവിടുത്തെ ആ ചേട്ടനെ കൊണ്ട് ഞാൻ എടുപ്പിച്ചതാണ് വീഡിയോ. വെൽഡ് ചെയ്യുന്ന വീഡിയോ ഇൻട്രൊഡക്ഷൻ കൊണ്ടായിരുന്നോ? അല്ല, അപ്പൊ വെൽഡ് ചെയ്യുന്ന വീഡിയോ എടുത്തു, പിന്നെ അത് കഴിഞ്ഞ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. എന്നിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്ത വീഡിയോ തന്നെ എടുത്തു, ഒറിജിനലായിട്ട് വീഡിയോ എടുത്തു. ഓക്കെ, എന്തിനാണ് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ, എന്തിനാ വീഡിയോ എടുപ്പിച്ചെന്നുള്ളത്. അതിനുശേഷം നമുക്ക് ഇന്റർവ്യൂവിനുള്ള ട്രെയിനിങ്. അപ്പോഴും ഈ പറഞ്ഞ ഒരു ടെൻഷൻ, കാരണം 10th വരെ കഴിഞ്ഞിട്ട് പിന്നെ വേറെ പഠനമൊന്നുമില്ല നമുക്ക്. ഇംഗ്ലീഷ് തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. എങ്ങനെയാ അവര് എന്നാലും ടച്ച് വിട്ട ഒരാളെ, ഇംഗ്ലീഷ് അറിയത്തില്ലെന്നുള്ള കാര്യം, ടച്ച് വിട്ട ഒരാളെ അത് എങ്ങനെയാ നിങ്ങൾ പഠിച്ചെടുത്തേ? ഞാനത് എനിക്ക് പഠിക്കേണ്ടതൊക്കെ ഓൾറെഡി അവര് പറഞ്ഞു തന്നു. യൂട്യൂബില് ഇതിലിട്ട് തന്നു, വാട്സപ്പിൽ ഇട്ട് തന്നു. അത് ഞാൻ പഠിച്ചു. പിന്നെ അല്ലാണ്ട് യൂട്യൂബ് വീഡിയോ കണ്ട് കുറെ അതിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ അങ്ങനെ ട്രെയിനിങ് ആരായിരുന്നു? ഇവിടുന്ന് ട്രെയിനിങ് തന്ന ഗീതു അല്ലേ? ട്രിവാൻഡ്രത്ത് ഗീതു നമ്മുടെ സ്റ്റാഫാണ്, ട്രിവാൻഡ്രം മാനേജർ. പുള്ളിക്കാരി ട്രെയിനിങ് ഒരു ഐഡിയ കിട്ടി. ഓക്കെ, സോ അങ്ങനെ ഇന്റർവ്യൂവിന്റെ ഡേറ്റ് വന്നു അല്ലേ? ഇന്റർവ്യൂവിന്റെ ഡേറ്റ് വന്നപ്പം എന്തായിരുന്നു അതിനുശേഷം എന്താ നടന്നത്? ഇന്റർവ്യൂവിന് കോഴിക്കോടാണ്. കോഴിക്കോട് ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. ഒരു 6 മണിക്ക് ആണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു. 6 മണിക്ക് അവിടെ, അതിന് മുന്നേ അവിടെ എത്തി, 6 മണിക്കൂർ മുന്നേ അവിടെ എത്തി. പിന്നെ ഇതിലായിരുന്നു, ഗൂഗിൾ മീറ്റ് വഴി ഇന്റർവ്യൂ ആയിരുന്നു. അവിടുന്ന് കുറെ തന്നെ പഠിപ്പിച്ചു അവരെ. അങ്ങനെ ഇന്റർവ്യൂ വന്നപ്പോ ഇതൊരു ലൈവ് ഇന്റർവ്യൂ ആണ്, എന്തായാലും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അല്ല? ഞാന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോ വേർത്ത് ഞാൻ കുളിക്കായിരുന്നു. അപ്പൊ എന്നോട് റിച്ചാർഡ് സാർ പറഞ്ഞു, റിച്ചാർഡ് ആണ് ഈ വീഡിയോ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുന്ന പുള്ളിക്കും. അദ്ദേഹം ആയിരിക്കും നിങ്ങളുടെ കൺസൾട്ടന്റ്. അവിടുത്തെ നിങ്ങളുടെ അൽബേനിയൻ നമുക്ക് ഓഫീസുണ്ട് അവിടെ, ഇദ്ദേഹത്തിന്റെ ഇമിഗ്രേഷൻ ഓഫീസുണ്ട്. ഈ ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങളെ അയാൾക്ക് അറിയാം, അദ്ദേഹത്തിന് അറിയാം. അപ്പൊ നാളെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, കാരണം നമുക്കൊരു രാജ്യത്ത് പോകുമ്പോൾ അതിന്റെ എന്തൊക്കെ നാളത്തെ കാര്യം നമുക്ക് പറയാനുണ്ട്. പക്ഷെ നമുക്കൊരു തരത്തിൽ പ്രയോറിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെ ബന്ധപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരാള് നിയർ ബൈ ഓഫീസിൽ നിങ്ങളെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ഇന്റർവ്യൂ കണ്ടതുപോലെ അദ്ദേഹം വളരെ സിമ്പിളായ ഒരു 10-25 വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സീനിയർ കൺസൾട്ടന്റ് ആണ്. നമ്മൾ അതുവരെ ഇപ്പോൾ ആൾക്കാരെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ച കാര്യം തന്നെ നമുക്ക് നല്ല സർവീസ് വേണം മുന്നോട്ട് പോകാൻ വേണ്ടി. കാരണം ഇന്റർവ്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളെ അത്യാവശ്യം കൂളാണ്. കാരണം ഞങ്ങൾക്കൊന്നും ഇന്റർവ്യൂ കയറി ഇരിക്കാൻ പറ്റില്ല, അവിടുത്തെ ആള് തന്നെ വേണം. അപ്പൊ അദ്ദേഹം താങ്കളോട് സംസാരിച്ചു ഇന്റർവ്യൂവിന് മുമ്പൊക്കെ തന്നെ. അപ്പൊ എന്ത് പറഞ്ഞു? കൂളാവാൻ പറഞ്ഞു, ടെൻഷനൊന്നും അടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല, നല്ല ഇത് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ നേരെ എത്ര പേരുണ്ടായിരുന്നു ഇന്റർവ്യൂ സമയത്ത്? അവര് 3 പേരുണ്ടായിരുന്നു. എംപ്ലോയറിന്റെ ഭാഗത്തു നിന്നുള്ള 3 പേര്, കമ്പനിയുടെ 3 പേരുണ്ടായിരുന്നു. അപ്പം അവര് എന്തൊക്കെ ചോദിച്ചേ? അവര് നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ ഇത് കാണിച്ചു. ആ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് എവിടെയാ പഠിച്ചത്, വീട്ടിൽ ആരൊക്കെയുണ്ട്, എത്ര പേരുണ്ട്, കുട്ടികൾ എത്ര പേരുണ്ട്, അവരുടെ വയസ്സ്, എല്ലാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. പിന്നെ ജോലിയെ പറ്റി അങ്ങനെയില്ല, അങ്ങനെ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ ഫാമിലിയെ പറ്റി ചോദിച്ചെന്നത് ഐഡിയ ഉണ്ടോ?
ഫാമിലിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ. അതിലുപരി പിന്നെ അത് നമ്മൾ ഈ പല മലയാളികളും അല്ല ഇന്ത്യക്കാരും പൊതുവെ യൂറോപ്പിൽ ചെന്ന ഉടനെ മുങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം ഒന്നിൽ അവർ വേറെ രാജ്യത്തെ ആടിപ്പോകും, ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആയിട്ട് മാറും. അപ്പോൾ അവർ തിരിച്ച് നാട്ടിൽ വരുന്നതിനേക്കാൾ ഉപരി അവിടെ കാരണം ബാച്ചിലർ അല്ലെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യും, അവരെപ്പോഴും നാട്ടിൽ തിരിച്ചു വരേണ്ട ആവശ്യമൊന്നും ഇല്ല. ഒരു ഫാമിലി മെൻ എന്ന നിലയിൽ നിങ്ങൾ ജോലിക്ക് വേണ്ടി തന്നെ പോകുന്നത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ പറ്റി ഈ ഡീറ്റെയിലൊക്കെ ഞങ്ങൾ എംബസിയിലും കൊടുത്തിട്ടുണ്ട്, കോൺസുലേറ്റിലും നമ്മളോട് ചോദിച്ചത് ഇതേപോലെ എല്ലാ ഇൻഫർമേഷൻ. കാരണം അവർ ഫാമിലി ഉള്ള ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച് അവർക്ക് ഉറപ്പാണ് അവർ ജീവിക്കാൻ വേണ്ടിയാണ്. ചില ആൾക്കാർ പോകുന്നത് സുബേഷിന് അറിയാം, അവിടെ പോയി ഒന്നേ ഒരു വിസ ഏജന്റ് ആയിട്ട് മാറും, പിറ്റേ ദിവസം മുതൽ വിസ വേണം എന്ന് പറഞ്ഞ് വിളി തുടങ്ങും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മളെ കൃത്യമായിട്ട് വാല്യുവേറ്റ് ചെയ്യാനാണ് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തത്. അപ്പോൾ എംപ്ലോയർ തന്നെ വന്നു, നിങ്ങൾ ഇനി കാണാൻ പോകുന്നവരെ തന്നെയാണ്, അവരുടെ കമ്പനി തന്നെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞു. എത്ര ദിവസത്തിൽ റിസൾട്ട് പറഞ്ഞു? റിസൾട്ട് ഒരു 2-ആഴ്ചക്കുള്ളിൽ റിസൾട്ട് വന്നു, ഓക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ കോൺട്രാക്ട് വർക്ക് പെർമിറ്റ് കോൺട്രാക്ട് വന്നു. കോൺട്രാക്ട് ഇന്നത് വർക്ക് പെർമിറ്റ് ഒന്നും സംഭവിക്കില്ല, നമ്മളെ കോൺട്രാക്ട് ചെയ്തു. കോൺട്രാക്ട് പിന്നെ അക്കോമഡേഷൻ ഡീറ്റെയിൽ, അതിനുള്ള അക്കോമഡേഷൻ ലെറ്റർ വന്നു, പിന്നെ അങ്ങനെ കുറച്ച് ഡോക്യുമെന്റ്സ് വന്നു. ശേഷം നമ്മള് പിന്നെ അത് ഞങ്ങൾ ചെയ്ത കാര്യമാണ്. പിന്നെ നിങ്ങൾ ഇത്രയും ഡോക്യുമെന്റ്സ് പിന്നെ സുബേഷിന്റെ കംപ്ലീറ്റ് ഫയലിംഗ് ഞങ്ങൾ എടുത്തിട്ട് ഈ വിസയ്ക്ക് വേണ്ടിയുള്ള ഗ്രാൻഡ് ചെയ്യണം. ആദ്യമേ ഗവൺമെന്റ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം, വിസയ്ക്ക് മുമ്പേ അത് ചെയ്യണം. അപ്പൊ അതിന് ഞങ്ങൾ ഈ പറയുന്ന അൽബേനിയയിലുള്ള തന്നെ ഒരു വിസ ഏജന്റിനെ ഞങ്ങൾ അപ്പോയിന്റ് ചെയ്ത് അവർ വഴിയാണ് നിങ്ങളെ ആദ്യം പരിചയപ്പെടുത്തണം. ഗവൺമെന്റിന്റെ ആൾ വരുന്നു, ഇന്ന കമ്പനിയിലേക്കാണ്. അവരാദ്യം ഒരു പ്രൈമറി വെരിഫിക്കേഷൻ ഉണ്ട്, അതിനുശേഷം ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ മെയിൽ വരും. അങ്ങനെ ഓക്കെ, ഇപ്പൊ സുബേഷിന് ഓക്കെ ആണ്, നിങ്ങളുടെ ഫയല് വിസയ്ക്ക് കൊടുക്കാൻ ഗ്രാൻഡ് ചെയ്തുകൊണ്ട് അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്തു. ശേഷമാണ് വിസ ഫയൽ ചെയ്യുന്നത്. വിസ ഫയലിംഗ് സമയത്തും വീണ്ടും നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇയാൾ എങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഇത് നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ നമ്മൾ കൃത്യം മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെയാണ് ഫൈനലി നമുക്ക് ഈ വിസ ഗ്രാൻഡ് ചെയ്ത് കിട്ടും. നിങ്ങൾക്ക് അവിടെ എൻട്രി പെർമിറ്റ് അല്ല കമ്പനി ജോലി ചെയ്യാനുള്ള പെർമിറ്റ് ഗവൺമെന്റ് നൽകുന്നത്. അപ്പം അതുവരെയാണ് നമ്മുടെ പ്രോസസ്സിങ്. ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള കാര്യം ഇത് വളരെ സിമ്പിൾ അല്ലെന്ന് ഈ കാണുന്നവർ കൂടെ മനസ്സിലാണ്. ഏതെങ്കിലും ഏജൻസി കൊണ്ട് കാശല്ല, പൈസ കൊണ്ട് കൊടുത്താൽ മാത്രം നടക്കില്ല. കാരണം നിങ്ങളുടെ ഒരു അധ്വാനം കൃത്യമായിട്ടുണ്ടായിരുന്നു. നല്ല വീഡിയോ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു. ഇന്റർവ്യൂവിന് മര്യാദയ്ക്ക് അത് അവരോട് ആൻസർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്റർവ്യൂവിന് ആൻസർ ചെയ്യുന്നവരെ താങ്കൾ പഠിക്കണം. ഒരു വെൽഡർ എന്ന നിലയിൽ ഇംഗ്ലീഷുമായിട്ട് വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണ്, അല്ലേ? നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് കൃത്യമായിട്ട് ബേസിക് പഠിച്ച് തന്നെ താങ്കൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വളരെ സന്തോഷം. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇന്ന് സന്തോഷപൂർവ്വം നമുക്ക് ഇന്ന് മീറ്റ് ചെയ്യാൻ സാധിച്ചത്, ഫാമിലിയെ കാണാൻ സാധിച്ചത്. ഞാൻ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ എയർപോർട്ടിൽ ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ട് പുറത്ത് പോകുന്നതുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ പാസ്പോർട്ട് എൻട്രൻസിന് ഇവിടെ കൊടുക്കേണ്ട കാലിക്കറ്റിൽ നിന്നായിരിക്കും നിങ്ങൾ ഫ്ലൈ ചെയ്യാം, അല്ലേ? അതൊന്നും മനുഷ്യ എടുക്കുമോ? നിങ്ങൾക്ക് അത് തന്നെ ആയിരിക്കും എളുപ്പം, കാലിക്കറ്റ്. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഡോക്യുമെന്റ് കാണിക്കേണ്ട പാസ്പോർട്ട് എൻട്രൻസിൽ കാണിക്കേണ്ടത് പാസ്പോർട്ടും വിസയുടെ കോപ്പി, ടിക്കറ്റിന്റെ കോപ്പിയും നമ്മുടെ വിസയുമാണ്. ഇതാണ് നമ്മുടെ ഈ വിസ. അതിനുശേഷം ഇമിഗ്രേഷനിൽ എത്തുമ്പോൾ അവിടെ എത്തുമ്പോഴാണ്, അതിനുശേഷം നമ്മുടെ പിന്നെ ബോർഡിംഗ് സമയത്ത് ഇതിൻ്റെ വേറെ ഡോക്യുമെന്റ് ആവശ്യമെങ്കിൽ ഇത് കയ്യിരിക്കട്ടെ. അടുത്ത് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ജോബ് കോൺട്രാക്ട് എഗ്രിമെന്റ്, എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്ന് പറയും. ഇതിനകത്ത് എംപ്ലോയർ സൈൻ ചെയ്ത ഡീറ്റെയിൽ എല്ലാം ഇതിനകത്തുണ്ട്. ഇതും അടുത്ത ഡോക്യുമെന്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ വെക്കുക. ഇതൊക്കെ ഇമിഗ്രേഷനിൽ ചോദിക്കും. അടുത്തത് ഇൻവിറ്റേഷൻ ഫോർ വിസ. ഇത് എങ്ങനെ വിസ കിട്ടിയത്? എംപ്ലോയർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തതാണ്. ഇതും ഇമിഗ്രേഷനിൽ ചോദിച്ചാൽ കൃത്യമായിട്ട് കൊടുക്കുക. ഇനി എവിടെ പോയി താമസിക്കും? ഇതാണ് അക്കോമഡേഷൻ. നിങ്ങൾക്ക് രണ്ട് അക്കോമഡേഷൻ, അതായത് രണ്ടുപേരും ഒന്നിച്ചാണ് അക്കോമഡേഷൻ ഗ്രാൻഡ് ആയിരിക്കും. നമ്മുടെ സുബേഷ് ഫസ്റ്റ് കാൻഡിഡേറ്റും റോഷനും ഒന്നിച്ചാണ് ഗ്രാൻഡ് ചെയ്ത്. നിങ്ങൾക്ക് രണ്ടും സെപ്പറേറ്റ്, ഒരു മുറിയല്ല, രണ്ട് സെപ്പറേറ്റ് ആണ്. അല്ല, ഞാനത് പറഞ്ഞല്ലോ, ടിക്കറ്റ് അവൈലബിലിറ്റി അനുസരിച്ചാണ്. നമ്മൾ അൽബേനിയയിലേക്ക് എപ്പോഴും ഫ്ലൈ ഇല്ല. പിന്നെ കാലിക്കറ്റിൽ നിന്ന് ആവണമെന്നില്ല, പുള്ളി കൊച്ചിക്കാരനാണ്, വൈക്കംകാരനാണ്. അപ്പം നിങ്ങൾ ഒരേ ഏകദേശ സമയത്തായിരിക്കും അവിടെ എത്തും. ഒന്നെയും താങ്കൾ ആദ്യം എത്തും, അല്ലെ അയാൾ ആദ്യം എത്തും. സോ ഇത് അക്കോമഡേഷൻ, ഇതും എയർപോർട്ടിൽ ഇമിഗ്രേഷനിൽ ചോദിക്കും. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് കാണിക്കേണ്ടത്. ഇനിയും ഇതിന്റെ ഓഫീസ് എവിടെയാണ്, സോ നിങ്ങളുടെ അക്കോമഡേഷൻ എവിടെയാണ്, ഇതിന്റെ ക്യാമ്പ് എവിടെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ കൃത്യമായൊരു വോയിസ് റെക്കോർഡായിട്ട് നമ്മുടെ കൗൺസിലറായി, അപ്പോൾ അത് എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡോക്യുമെന്റ്സ് എയർപോർട്ടിൽ കാണിക്കേണ്ടത് ബാക്കിയുള്ളത്. അപ്പൊ ഇനി ടിക്കറ്റ് ആണ്, അത് നമുക്ക് വളരെ അടുത്ത ദിവസങ്ങളിലേക്ക്. മറ്റേ പ്രിയങ്ക മാഡം പറഞ്ഞ ടിക്കറ്റ് കമ്പനി അത് റീഇംബേഴ്സ്മെന്റ് ആണ്. അതായത് നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ എമൗണ്ട് എത്രയാണ് ഇൻവോയ്സ് ചോദിക്കാൻ പറയും. അതിനകത്ത് ആദ്യത്തെ 12-15 പേർക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഓഫറാണ്.
അത് നിങ്ങളുടെ ഇൻവോയ്സ് ഗ്രാൻഡ് ചെയ്യുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അത് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതും നല്ല ഈ ആദ്യത്തെ ബാച്ചിന് മാത്രമേ ഉള്ളൂ, അടുത്തവർക്കൊന്നും അത് കിട്ടത്തുമില്ല. വലിയൊരു എമൗണ്ട് തന്നെയാണ്, ചെറിയൊരു എമൗണ്ട് ആവണമെന്നില്ല. 82 സംതിങ് നമുക്ക് പ്ലസ് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും അത് റീഇംബേഴ്സ്മെന്റ് ആയിരിക്കും. ഇൻവോയ്സും ഈ ഏത് ഫ്ലൈറ്റ് കമ്പനിയാണോ എടുക്കുന്നത് ആ ട്രാവൽ ഏജൻസിന്ന് ഇൻവോയ്സുകൾ നിങ്ങൾ വെച്ചാൽ മതി, അത് റീഇംബേഴ്സ്മെന്റ് ചെയ്ത് അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് കമ്പനിയുടെ ഉറപ്പാണ്. നിങ്ങൾക്ക് ഇന്റർവ്യൂ സമയത്ത് അവർ തന്ന നമുക്ക് ഇങ്ങോട്ട് തന്ന ഒരു ഗ്രാൻഡ്. ഇനി വരുന്ന ആ കമ്പനിയോട്ട് പോകുന്നവർക്ക് ഇത് കിട്ടണമെന്ന് നിർബന്ധം ഇല്ല. അതിനെ കുറിച്ച് ഒരു ചെന്ന് ഒരു സന്തോഷം, അവർക്ക് നമുക്ക് അത്രയും പേരെ കൊടുക്കുന്നുണ്ട്. 150ഓളം സ്റ്റാഫിനെ നിങ്ങളുടെ അത് സെയിം കമ്പനിയിലോട്ട് പോകുന്നുണ്ട്. ഇനി വരുന്നവർക്ക് അത് കിട്ടണം നിർബന്ധമില്ല. ഈ വീഡിയോ കൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ചോദിക്കരുത്. ആദ്യത്തെ ഒരു ബാച്ചിന് മാത്രമേ ആദ്യത്തെ ഒരു ബാച്ചിന് മാത്രമേ ഉള്ളൂ. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതും വലിയൊരു എമൗണ്ട് തന്നെ ഒരാളെ സംബന്ധിച്ച് 80 രൂപ എന്ന് പറയുന്ന റീഇംബേഴ്സ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പം കണ്ടതിൽ വളരെ സന്തോഷം റോഷൻ. അപ്പം ഇനിയും അവിടെ എത്തി ശേഷം ഞാൻ ലാൻഡിങ് സപ്പോർട്ട് ചെയ്യാൻ അവിടെ അറേഞ്ച് ചെയ്യും. ഒന്നും നിങ്ങൾ ടാക്സി എടുത്തായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ആൾ വന്ന് പിക്ക് ചെയ്യും, ഇത് ഞാൻ അറേഞ്ച് ചെയ്യാം. ഇങ്ങോട്ട് പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്ട്രക്ട് ചെയ്യും. നേരെ അക്കോമഡേഷനോട്ടായിരിക്കും പോകുന്നത്. പിന്നെ എംപ്ലോയർ നിങ്ങളെ മീറ്റ് ചെയ്യും. പിന്നെ അദ്ദേഹമായിരിക്കും ബാക്കി നിങ്ങളെ അവിടുത്തെ HR മാനേജർ ആയിരിക്കും കൈകാര്യം ചെയ്യുക. ഇമിഗ്രേഷൻ ഓഫീസർ എപ്പോഴും ആക്റ്റീവായിട്ട് ഇവരോട് കമ്മ്യൂണിക്കേഷനിലുണ്ടാവും. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ രാജ്യത്ത് പോകുന്നതാണ്, അടുത്തൊരു പെട്ടെന്ന് 6 മാസം കഴിയുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ചാടി പോവാതെ മിനിമം 1 വർഷമെങ്കിലും അവിടെ നിന്ന ശേഷം എക്സ്പീരിയൻസ് ആയ ശേഷം മൂവ് ചെയ്യാം. ഇതിപ്പോ ഒരു വർഷത്തെ കോൺട്രാക്ട് ആണ്. അതെ, റിന്യൂവൽ കോൺട്രാക്ട്. ആ ഒരു കോൺട്രാക്ട് ഒന്ന് നിങ്ങൾക്ക് 2 ഓപ്ഷൻ വെക്കാം. ഒന്ന് അടുത്തൊരു കമ്പനിയിൽ കോൺട്രാക്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് മാറാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് അടുത്ത സാലറിക്ക് മാറാം. ഇനി അതല്ല ഇത് അത് പുതുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതുക്കും. ഇത് അപ് ടു 5 ഇയർ വരെയുള്ള പീരീഡാണ്, 5 വർഷത്തേക്കുള്ളതാണ്. അത് നിങ്ങൾക്ക് പുതുക്കി നിൽക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ വിസ ഏജന്റ് ആയിട്ട് ഒരിക്കലും മാറാം. ഇവർ സാധാരണ മലയാളിക്ക് പറ്റിപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയും ഇല്ല. ഇപ്പോൾ ഒരു ഫ്രണ്ട് പറയണം നമുക്ക് എടുത്ത് വിറ്റാൽ ചിലപ്പോൾ 50,000 ഒന്നും കിട്ടുമായിരിക്കാം, ഒരിക്കലും ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഒരു സാധനമാണ് നമ്മളൊരു തലയിൽ വെക്കുന്നത്. നാളെ നമുക്കൊരു പേദോഷം ഉണ്ടാവാൻ ഇടവരുത്തരുത്. അപ്പോൾ ഞാൻ എല്ലാം കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അൽബേനിയയിൽ നല്ല ജീവിതം ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.